സ്ഥാനാർത്ഥിയാക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ജോസഫ് വാഴക്കൻ. ഏറ്റുമാനൂർ സീറ്റിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിൽ വിഷമമുണ്ട്. പ്രചാരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിരുന്നു. അവസാന നിമിഷമാണ് തന്നെ മാറ്റിയത്. പാർട്ടിയെ വിഷമിപ്പിക്കില്ലെന്നും പ്രചാരണത്തിന് ഇറങ്ങുമെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു. ആ പ്രതികരണം കാണാം. കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും അവസാന സീറ്റ് ഏറ്റെടുക്കുന്നത്. അപ്പം അവർക്ക് കൊടുത്തിരുന്നൊരു ധാരണയും പാർട്ടി പറഞ്ഞതിനും എനിക്ക് തന്നൊരു ധാരണയും എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പേര് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് ലാസ്റ്റ് വന്നപ്പോൾ അതങ്ങനൊരു നമ്മൾ സ്ഥാനാർത്ഥി രംഗത്തുനിന്ന് നമ്മളെ ഒഴിവാക്കി. അത്രയുമാണ് ലാസ്റ്റ് സംഭവിച്ചത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു വിഷമമേ ഉള്ളൂ. കാരണം ഇത് നേരത്തെ തന്നെ ഞാൻ അവിടെ ചോദിച്ചൊരു സീറ്റായിരുന്നില്ല. PN വാസവനെതിരെ ഞാൻ മത്സരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു പൊതു അഭിപ്രായത്തിൻ്റെ പേരിൽ KPCC നേതൃത്വമാണ് എൻ്റെ അടുത്ത് ഏറ്റുമാനൂർ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഞാൻ വേറെ സീറ്റുകളൊക്കെ ആയിരുന്നു എൻ്റെ. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ജോസഫ് വാഴക്കൻ കടുത്ത അതൃപ്തിയിലാണ്. പക്ഷേ ഈ അതൃപ്തി ഉണ്ടെങ്കിലും ഇപ്പോഴേതായാലും അതൊന്നും പരസ്യമാക്കാൻ ജോസഫ് വാഴക്കൻ ഉദ്ദേശിക്കുന്നില്ല. പോസ്റ്റർ വരെ അടിച്ച നേതാവാണ് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതി. എന്തൊക്കെയാണ് ഇനി ജോസഫ് വാഴക്കൻ്റെ തുടർ നീക്കങ്ങൾ? തീർച്ചയായിട്ടും ദിലീപ് കുമാർ, മറ്റ് നേതാക്കൾ പറഞ്ഞതുപോലെ ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ പ്രതികരണത്തിനില്ല എന്നാണ് ജോസഫ് വാഴക്കൻ പറയുന്നത്. അങ്ങനെ നിലവിൽ അധികാരം ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാര്യങ്ങൾ വഷളാക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ പറയുമ്പോൾ പോലും അതൃപ്തി ഉണ്ട് എന്ന് തന്നെ ജോസഫ് വാഴക്കൻ വ്യക്തമാക്കുന്നു. അത് നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സീറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ അത് നേരത്തെ പറയാമായിരുന്നു. കാരണം ഈ മണ്ഡലത്തിൽ സജീവമാകാൻ നേതൃത്വം തന്നെയാണ് പറഞ്ഞത്. അത് സീറ്റ് ലഭിക്കുമെന്ന് അവസാന നിമിഷം വരെ സൂചനകളും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ലെക്സുകളും പോസ്റ്ററുകളും എല്ലാം അടിച്ച് റോഡ് ഷോ അടക്കം സംഘടിപ്പിക്കാനുള്ള നടപടികളുമായി ഏറ്റുമാനൂരിൽ വാഴക്കൻ സജീവമായത്. എന്നാൽ അവസാന നിമിഷം ആ പേര് മാറുകയായിരുന്നു. നാട്ടക സുരേഷ് DCC പ്രസിഡന്റിനെയാണ് ഇപ്പോൾ ഏറ്റുമാനൂരിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. DCC പ്രസിഡന്റ് നാട്ടക സുരേഷിന്റെ പേര് നേരത്തെ പറഞ്ഞു കേട്ടത് കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു. അവസാന നിമിഷം വരെ നാട്ടക സുരേഷ് കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കുമെന്നാണ് അദ്ദേഹത്തിനും അറിയിപ്പ് കിട്ടിയത്. അവിടെ അങ്ങനെ നാട്ടക സുരേഷ് അവിടെ ചില പോസ്റ്ററുകളും അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിക്കുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷം ഇത് മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കാഞ്ഞിരപ്പള്ളിയിലേക്ക് റോണി കെ ബേബി എന്ന് പറയുന്ന പുതുമുഖത്തെ അവർ കൊണ്ടുവരികയായിരുന്നു. KPCC വക്താവാണ്. അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ പൂഞ്ഞാറിലും അലോഷ്യസ് സേവ്യറിന്റെ പേരാണ് കേട്ടത്. അവിടെയും സജി ജോസഫിന്റെ പേര് വരുന്നു. അങ്ങനെ അവസാന നിമിഷം ഈ പട്ടിക മാറി മറിഞ്ഞപ്പോഴാണ് വാഴക്കിന് സീറ്റില്ലാതായത്. എന്തായാലും അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. അത് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.